ശ്രീ സുബ്രഹ്മണ്യൻ, ഇനിയിപ്പോൾ അങ്ങ് ഈ ചിത്രം പങ്കുവെക്കുകയും അതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും അങ്ങ് നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് ഈ ചിത്രം പിൻവലിക്കില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം സുദീർഘമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അത് കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷവും ആ ചിത്രം പിൻവലിക്കില്ല എന്ന വാശി എന്തുകൊണ്ടാണ്? ഇതൊരു കാര്യം, ഈ ചിത്രം എന്ന് പറയുന്നത് ഒറിജിനലാണ്. ഇത് AI ടൂളൊന്നും ഉപയോഗിച്ചുണ്ടാക്കിയ ചിത്രമല്ല. ഹലോ, കേൾക്കുന്നുണ്ട് ശ്രീ സുബ്രഹ്മണ്യൻ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഈ ചിത്രം ഒറിജിനൽ ചിത്രമാണ്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത ചിത്രമാണിത്. എൻ്റെ കയ്യിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഈ വീഡിയോയിൽ നിന്ന് 1.287 സെക്കൻഡിൽ 1.287 സെക്കൻഡിൽ ക്യാപ്ചർ ചെയ്തെടുത്തൊരു ചിത്രമാണ്. ഈ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ക്യാപ്ചർ ചെയ്തെടുത്ത ചിത്രം എൻ്റെ കയ്യിലുണ്ട്. ഇതെങ്ങനെയാണ് വ്യാജാണെന്ന് പറയാം? ഇല്ല, ഞങ്ങൾ ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കടക്കം കാണാൻ കഴിയുന്നതാണ്. വീഡിയോയിൽ നിന്നുള്ള ചിത്രമാണ്. അങ്ങ് പങ്കുവെച്ച ചിത്രങ്ങൾ അതിലില്ല. ഇതിലുണ്ട്. ഇതാ, നിങ്ങൾക്ക് കൃത്യമായി നോക്കിയാൽ കാണാം. ഇത് ഈ വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തെടുത്ത ചിത്രമാണ്. ഇല്ല ശ്രീ സുബ്രഹ്മണ്യ, പ്രൊഡ്യൂസർ ആ ദൃശ്യങ്ങൾ കാണിക്കൂ. മുഖ്യമന്ത്രി അവിടെ വന്ന് ഇത് നടത്തിയതിനു ശേഷം, താക്കോൽ കൊടുത്തതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കാണിക്കൂ. ഇതിൽ അങ്ങേക്ക് സ്ക്രീനിൽ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലെവിടെയാണ് ഈ ചിത്രം നിങ്ങൾ കാണാം. ആ ചിത്രം അവിടെ നിൽക്കട്ടെ. അങ്ങ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. താക്കോൽ കൊടുത്തതിന് ശേഷം അങ്ങ് പറയുന്ന വീഡിയോയിൽ നിന്നുള്ള ക്യാപ്ചർ ചെയ്ത ചിത്രമാണിത്. അങ്ങ് പറയുന്ന എവിടെ വേണമെങ്കിലും ഞങ്ങളത് നിർത്താൻ തയ്യാറാണ്. അങ്ങ് നോക്കിക്കോളൂ. അങ്ങ് പറയുന്ന എവിടെ വേണമെങ്കിലും ഞങ്ങളത് നിർത്താൻ തയ്യാറാണ്. എവിടെയാണ് അങ്ങ് പങ്കുവെച്ച ചിത്രത്തിന് ആസ്പദമായ ദൃശ്യങ്ങൾ? 1.287 സെക്കൻഡിലേക്ക് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ക്യാപ്ചർ ചെയ്യൂ. പ്രൊഡ്യൂസർ 1.287 അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഞാൻ ആ ദൃശ്യം മുഴുവനും കണ്ടതാണ് ശ്രീ സുബ്രഹ്മണ്യൻ. അങ്ങനെ ഒരു പിക്ചർ അങ്ങേക്ക് കാണാൻ കഴിയില്ല. ഇത് അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് വേണേ ഇത് ഏത് ഓതന്റിസിറ്റി വഴിയും ഇതാണ് അങ്ങ് ആവശ്യപ്പെട്ട സമയം. ഇപ്പോൾ സ്റ്റില്ലായി നിൽക്കുന്ന ആ ദൃശ്യമാണ് അങ്ങ് പറഞ്ഞ ദൃശ്യം. അദ്ദേഹം പോകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ദൃശ്യത്തിൽ 1.287 എന്ന് പറയുന്നത് ഇതാണ് അങ്ങേക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ഈ പിക്ചറാണ്. കുറച്ചുകൂടി മുമ്പ് മുഖ്യമന്ത്രി പാസ് ചെയ്യാൻ സമയത്ത് പാസ് ചെയ്തു പോകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. ശ്രീ സുബ്രഹ്മണ്യൻ, ഇല്ല, അങ്ങനെ നട്ടപ്പാതിരക്ക് പട്ടാപ്പകലാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഇല്ല, അങ്ങനെ ഒരു ദൃശ്യം എടുക്കാൻ കഴിയില്ല. അങ്ങ് പങ്കുവെച്ച ആ ദൃശ്യം എടുക്കാൻ കഴിയില്ല. ഇത് അദ്ദേഹം മാറാൻ പറയുന്ന ദൃശ്യമാണ്. അദ്ദേഹം മാറാൻ പറയുന്ന ദൃശ്യമാണ്. അവിടെ കൈ കൂപ്പി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ കഴിയുന്നുണ്ട്. ആ തിരിയുന്ന വിഷ്വലിനെടുത്ത് എവിടെയും കുറച്ചുകൂടി കഴിയുമ്പോഴുള്ള ഏത് ആംഗിളിൽ വെച്ചാണെങ്കിലും അങ്ങ് പങ്കുവെച്ച പ്രൊഡ്യൂസർ ആ ഫേക്കായ ഫോട്ടോ കൂടി സ്ക്രീനിൽ കാണിക്കൂ. അല്പം കൂടെ എവിടെയും കാണാൻ കഴിയില്ല ശ്രീ സുബ്രഹ്മണ്യൻ, എവിടെയും കാണാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോഴും അതിന്റെ ആധികാരികതയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണോ ഫോട്ടോ? പിന്നെ എങ്ങനെ ആധികാരികത ഇല്ലാന്ന് പറയാം? ഈ ഫോട്ടോ അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം 1.287 ആണ് സ്ക്രീനിൽ സ്റ്റിൽ ചെയ്തു വെച്ചിരുന്നത്. ആ ദൃശ്യമാണ് അതിലില്ല. രാജീവ് ചന്ദ്രശേഖരൻ നവംബർ 29 രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവെച്ച ഫോട്ടോ ആണിത്. നവംബർ 29 ന്യൂസ് മലയാളം നവംബർ 3 ഈ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇതേ ചിത്രം അവരന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതേതാ പടം? മുഖ്യമന്ത്രി പങ്കുവെച്ചതിൽ അങ്ങനെ ഒരു ദൃശ്യം എനിക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല. പ്രൊഡ്യൂസർ അതൊന്ന് സൂം ചെയ്യൂ. ആ ദൃശ്യം ഇതേതാ പടം? അല്ല, എനിക്കതിൽ ക്ലാരിറ്റി വരുന്നില്ല. ആ പടം ഏതാണ്? അങ്ങനെ കാണിക്കൂ, സ്ക്രീനിൽ കാണിക്കൂ. അദ്ദേഹം പറയുന്നത് ശരിയാണ് മാധു. ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് ഇപ്പൊ പൗസ് ചെയ്തെടുത്താണ്. അങ്ങനെ സാധിക്കും. ആ ആംഗിളിൽ നിന്ന് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം അതുപോലെ തന്നെയാണ്.
ആ വീഡിയോയിൽ നിന്ന് പറത്തി തന്നെയാണ് ശ്രീ സുബ്രഹ്മണ്യം പറയുന്നത് ഇല്ല ശരിയാണ്. അല്ലല്ല ഞാനിപ്പോ നിങ്ങളുടെ അത് വീഡിയോയിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ അറിയില്ല. അത് മുഖ്യമന്ത്രി കൈകൊണ്ട് മാറാൻ പറയുന്നതും അദ്ദേഹം നിങ്ങളുടെ കൈകൊപ്പി നിൽക്കുന്നതുമായ ഈ ഫോട്ടോയാണ്. ആ ചിത്രമല്ല ശ്രീ എൻ സുബ്രഹ്മണ്യൻ ആയിക്കോട്ടെ, പങ്കുവച്ചത്. പക്ഷേ ആ ഞാൻ ചിത്രം ചോദിക്കട്ടെ, ഈ പടം ഞാൻ ഈ കാണിക്കുന്ന പടം ഇത് തന്നെയാണ് മാധു അതാ ഈ കാണിക്കുന്ന പടം നിങ്ങളുടെ സ്ക്രീനിൽ ഒരാൾ സംസാരിക്കൂ ശ്രീ എൻ സുബ്രഹ്മണ്യൻ പറയൂ. അല്ല, അങ്ങ് പങ്കുവച്ച ചിത്രങ്ങൾ അതല്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ അങ്ങ് പങ്കുവച്ച ചിത്രങ്ങൾ എന്ന് പറയുന്നത് ശ്രീ എൻ സുബ്രഹ്മണ്യൻ അല്ല, രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ച ചിത്രവുമായി ബന്ധപ്പെട്ട് ശ്യാമരാജ് അഭിപ്രായം പറയട്ടെ. എനിക്ക് നിലവിൽ അതിന് ക്ലാരിറ്റി വരുത്താൻ കഴിയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങ് പങ്കുവച്ച ചിത്രങ്ങൾ, വ്യാപകമായി പ്രചരിപ്പിച്ച ചിത്രങ്ങൾ എന്ന് പറയുന്നത് വലിയ ഹൃദയബന്ധം സൂചിപ്പിക്കുന്ന ചിത്രമാണ്. വലിയ ഹൃദയബന്ധം സൂചിപ്പിക്കുന്ന ചിത്രമാണ്. ആ ചിത്രമില്ല. ഇത് മുഖ്യമന്ത്രി കൈകൊണ്ട് കടന്നു പോകുന്നു, മാറി നിൽക്കാൻ പറയുന്ന ദൃശ്യമാണ് ഞങ്ങൾക്ക് സ്റ്റിൽ ചെയ്ത് വെക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ കൈ കോപ്പി നിൽക്കുന്ന ഈ പോറ്റിയെ കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ദൃശ്യങ്ങൾ അങ്ങേക്ക് ആ വീഡിയോയിൽ നിന്ന് സ്റ്റിൽ ചെയ്തെടുക്കാൻ കഴിയില്ല.